നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFും LDFിനും വലിയ പിന്തുണയാണ് ഈ വർഗീയ ശക്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തുറന്ന പിന്തുണ തന്നെ UDFിന് ലഭിച്ചിരിക്കുന്നു. അവരുടെ പാർട്ടിക്ക്, വെൽഫെയർ പാർട്ടിക്ക്, അവരുമായി ബന്ധമുള്ള വെൽഫെയർ പാർട്ടിക്ക് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നു എന്ന വാർത്തകൾ വരെ പുറത്തു വരികയാണ്. പക്ഷേ ഇത് മുസ്ലിം സംഘടനകളുടെ പലരും ഇതിനെ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ടല്ലോ. പണ്ടൊക്കെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള മത രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ സൂക്ഷ്യം കണ്ടൊക്കെയാണ് രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഓരോ പാർട്ടി ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനൊന്നുമല്ല. ഏത് വർഗീയ ശക്തിയും ആരും കൂട്ടുപിടിക്കുന്ന നിലപാടിലേക്ക് വരുന്നു. ഒരു നിലപാടില്ലാത്ത ഒരു വ്യവസ്ഥിതിയിലേക്ക് പോവുക. LDFിനെ സംബന്ധിച്ച് അവർക്കൊരു ഇരട്ടത്താപ്പ് നയമാണ്. ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണ്, മതരാഷ്ട്രീയ വർഗീയ പാർട്ടിയാണ് എന്ന് LDF ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ അതേ LDF ആണ് 2009 കാലഘട്ടം മുതൽ ഇത്തരത്തിലുള്ള പാർട്ടിയെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പം VD സതീശൻ പറയുന്നത് ഇവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു, അതിനാൽ ഞങ്ങൾ എടുക്കുന്നു. ഇനി PDPയുടെ കാര്യം തിരിച്ച് മറ്റേ പിണറായി CPM പറയുന്നത് ഈ മദനിയുടെ അന്നത്തെ മതരാഷ്ട്രവാദമല്ല അവരുടേത്, അവരുടെ നിലപാടുകൾ മാറി എന്നുള്ളത്. അപ്പോൾ ഇരട്ടത്താപ്പുകളിലൂടെ കടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതിനെയൊക്കെ ഈ പ്രസ്താവനയൊക്കെ നിരസിച്ചുകൊണ്ട് സുന്നി വിഭാഗം ഇപ്പം പറയുന്ന അവർ മതരാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. മതത്തെ എല്ലാ കാലത്തും കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പൂർണ്ണമായി തന്നെ ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്നാണ് അവരുടെ പ്രഖ്യാപിത നിലപാട് തന്നെ. അങ്ങനെയുള്ള ഒരു സംഘടനയുമായി എങ്ങനെ മതേതരത്വ പാർട്ടികൾക്ക് കൂട്ടുകൂടാൻ കഴിയുമെന്നുള്ളതല്ലേ സംശയം. ഇതേ ആര്യാടൻ ഷൗക്കത്ത് തന്നെ പറഞ്ഞിട്ടുള്ള പല കാര്യമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. ഇവരെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കാലത്തും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവർ നമ്മുടെ രാജ്യത്തിനെ തകർക്കുന്ന തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. ഇതേ പറഞ്ഞോണം ഈ ഷൗക്കത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തിൻ്റെ ഒറ്റുകാരെന്നാണ് ഷൗക്കത്ത് അന്നൊരിക്കുകയാണ്. ഒറ്റുകാർ, അതായത് നമ്മുടെ മത തീവ്രവാദം വളർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനെ അവരുടെ രാഷ്ട്രമാക്കണം എന്നുള്ള ഒരു നിലപാടുള്ള ഒരു പാർട്ടി തന്നെയാണ് മത പാർട്ടി എന്ന് തന്നെ പറയാം. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഈ നിലപാടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പബ്ലിഷിംഗ് ഹൗസ് അടച്ചുപൂട്ടണമെന്നും കേരളത്തിൽ നിന്ന് തീവ്രവാദി ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്നുമായിരുന്നു അന്ന് ഷൗക്കത്തിൻ്റെ വാദം. മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സിൽ തീവ്രവാദത്തിൻ്റെ വിഷവിത്തുകൾ വിതച്ചു തുടങ്ങിയെന്നും ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഏജന്റുമാരുടെ കേന്ദ്രമായി കേരളം മാറിയെന്നും മത തീവ്രവാദത്തിനെതിരെ നിലപാടെടുത്ത അതാണ് അന്ന് ആര്യാടൻ ഷൗക്കത്ത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിയോട് കൂട്ടുപിടിച്ച് ജയിക്കാൻ വേണ്ടി, നിലമ്പൂർ ജയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം UDFിൻ്റെ പിന്തുണയോടുകൂടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ നിലപാടുകൾ ഇങ്ങനെ മാറി ഇപ്പം മദനിയുടെ വിഷയമൊക്കെ നമുക്കറിയാം. പക്ഷെ മദനി അന്ന് കൂട്ടുപിടിച്ചിരുന്ന വ്യക്തിയാണ് ആര്? പിണറായി വിജയൻ. ഇന്നും അവരെന്ത് ഈ പറഞ്ഞതുപോലെ അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന സ്വരാജുമായി ബന്ധപ്പെട്ടാണ്. സ്വരാജ് ഇത്തരം മതേതരത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു. അദ്ദേഹം ഒരു വാക്ക് കിട്ടിയാൽ തന്നെ അത് താത്വികമായി അവലോകനം ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ ഒരു നേതാവാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മദനിയെ ഉൾപ്പെടെ വെള്ളപൂശുകയാണ്. മദനിയുടെ നിലപാടുകൾ മുൻകാലങ്ങളിൽ നിന്നും മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന രീതിയിൽ അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ്. അല്ല, ഇന്നലെ ഞാനൊരു ചാനൽ ചർച്ചയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വ്യക്തി, അതിനകത്ത് നേതൃത്വ നിലയിലുള്ള ഒരു വ്യക്തിയെ എനിക്കൊന്ന് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഒരു ഇതിൻ്റെ എന്തായിട്ട് നിയമിച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ, LDF സർക്കാർ തന്നെ. അപ്പോൾ അത് ഒരാൾ ഉന്നയിച്ചു, അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ LDFിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ വന്ന ആ വ്യക്തി, എനിക്കത് പറയാൻ പറ്റുന്നില്ല. ആ വ്യക്തി പഴയ കാലങ്ങളൊക്കെ എടുത്തിട്ട് എനിക്കത് മാതൃഭൂമിയിലാന്ന് തോന്നി അത് പറയുന്ന ഇവരെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി 2009 കാലഘട്ടം മുതൽ ഇത് LDF സർക്കാർ പിന്തുണച്ചിരുന്ന ഒരു സമയം അന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവരിപ്പോൾ അതിൽ നിന്ന് മാറി, ഇവർക്ക് കൂട്ടു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇത് മതവർഗീയ പാർട്ടിയായി. മറ്റവർക്ക് അങ്ങനെയല്ല, അവരതിൽ നിന്നും വ്യതിചലിച്ചു എന്ന് പറഞ്ഞാൽ PDP ഇപ്പം പിണറായിക്ക് സ്വന്തമായി. എന്താ പറഞ്ഞാൽ അവരിപ്പം മദനി പഴയ രീതിയിലല്ല. ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് നയത്തിലോട്ടായി. ഇത് നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക്, നമ്മുടെ ഒരു സംസ്ഥാനത്ത് നാളെ ഒരു സമയത്ത് വലിയൊരു വർഗീയ വിഷമാണ് ഇവർക്ക് കുത്തിയിറക്കുന്നത്. ഒരു വലിയ കലാപത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജനാധിപത്യ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഈ ഒരു രാജ്യത്ത് ഓരോ തെരഞ്ഞെടുപ്പിലും തുടക്കം തന്നെ നമുക്കറിയാവുന്നല്ലേ, വിദേശ രാജ്യങ്ങളിൽ എവിടെ സ്ഫോടനം നടന്നാൽ അതിലൊരു പങ്ക് കേരളത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടന്ന പരിപാടിയിൽ അഫ്രീദിയെ കൊണ്ടുവരികയാണ്. ദേശീയതയും ഈ വർഗീയതയും ഈ തീവ്രവാദവും എല്ലാം അതിന്റെ എല്ലാം ബന്ധങ്ങളിലേക്ക് മലയാളികൾ മാത്രമല്ല, ഈയിടയ്ക്ക് ഒരു പാസ്റ്റർ നടത്തിയ ഒരു പ്രാർത്ഥനയിൽ, ഒരു പാസ്റ്റർ ഒരിടത്ത് കൂടി, കണ്ണൂർ എവിടെ കണ്ടാന്ന് തോന്നുന്നു, ഒരു പ്രാർത്ഥനയിൽ പാകിസ്ഥാൻ
പാകിസ്ഥാൻ പതാക വെച്ചാണ് പ്രാർത്ഥന നടത്തിയത്. ഇന്ത്യൻ പതാക അതിലെ ബാത്റൂമിന്റെ സൈഡിലുമാണെന്നൊക്കെയാണ് അന്ന് ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നത്. അതിപ്പോൾ പാസ്റ്റർ ഭയങ്കരമായിട്ട് അതിനെ അപലപിക്കുകയും ഭയങ്കരമായിട്ട് അത് ഈ ലോകത്തിന് ശാന്തിയും സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥന നടത്തിയതാണ്. പാകിസ്ഥാൻ പതാകയ്ക്ക് പാകിസ്ഥാൻ സമാധാനം കിട്ടാൻ. അവിടെ ഈ തീവ്രവാദികളെ എന്ത് സമാധാനം കിട്ടേ? ഇതൊക്കെ ഒരു മുടന്തൻ നയങ്ങളാണ്. നമ്മുടെ ഇവിടെ അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ല, എല്ലായിടത്തും തീവ്രവാദികളുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്ന തീവ്രവാദം നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഈ മുസ്ലിംമാർക്കൊക്കെ ഒറ്റ കൊടുത്തിട്ടുള്ള ഹിന്ദു സംഘടനയിൽപ്പെട്ടവർ തന്നെയുണ്ട്. ജ്യോതി മൽഹോത്ര വ്ളോഗറാണ്, ഹിന്ദു അല്ലേ? എങ്ങനെയാണ് ഒറ്റ കൊടുത്തത്? ചാരപ്രവൃത്തി ചെയ്തത് എങ്ങനെയാണ്? നമ്മൾ ഹിന്ദു മതത്തിൽ മതമല്ല തീവ്രവാദം എന്ന് പറയുന്നത്. അതിനപ്പുറം പണം അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ രാജ്യത്തിനോടുള്ള വെറുപ്പും മറ്റു മതങ്ങളോടോ പല അജണ്ടകളുടെ പേരിലാണ് ഇവർ അങ്ങോട്ട് ചാരപ്രവൃത്തികളും ഒറ്റും കൊടുക്കുന്നത്. അപ്പോൾ ജ്യോതി മൽഹോത്ര എവിടെ വന്ന് കേരളത്തിൽ വന്ന് ആരുടെ പേരിൽ വന്ന്? സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഗസ്റ്റായിട്ട് വന്ന വ്യക്തിയാണ് ജ്യോതി മൽഹോത്ര. അപ്പം നമ്മുടെ സംസ്ഥാനമൊക്കെ ഇതിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. സത്യം പറഞ്ഞാൽ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇവരൊക്കെ MA ബേബി ഉൾപ്പെടെ പലരുടെയും പല ആശയങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കമന്റുകളിൽ നിറയുമ്പോഴും നമുക്ക് ഇവരിലൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ഇപ്പോൾ പാടെ നിലമ്പൂർ തകർന്നടിഞ്ഞിരിക്കുന്നത്. ഹിന്ദു വിരുദ്ധ നിലപാടുകൾ സംഘപരിവാറിനെ ഉൾപ്പെടെ പറഞ്ഞിരുന്ന LDF സർക്കാരാണ് ഇപ്പം എന്താണ് അഖണ്ഡ ഭാരത തോക്ക് സ്വാമിയും മറ്റേ എന്തൊരു സ്വാമിയാണ് എന്തൊക്കെ സ്വാമിമാരെയൊക്കെ എടുത്തുകൊണ്ട് കിടക്കണം. അപ്പൊ ഇവർക്ക് വേണ്ടുന്നത് വോട്ട് പിടുത്തം, വോട്ട് ബാങ്ക് നിറയാൻ. ഹിന്ദു മഹാസഭ വരെ CPM-നെ പിന്തുണയ്ക്കും. അതെ, ഹിന്ദു മഹാസഭ വരെ അവര് RSSനെയൊക്കെ എന്തോരം കുറ്റം പറയുന്ന വ്യക്തികളാണ് LDF. പക്ഷെ ഇപ്പൊ മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ചലനം അനുസരിച്ച് ഹിന്ദുക്കളോട് വല്ലാത്തൊരു അടുപ്പമാണ് പിണറായി സർക്കാരിന്. എന്താണെന്ന് അറിഞ്ഞൂടാ. CPM-നോട് വല്ലാത്ത അഭേദ്യമായ ഭാരതാംബയെ വയ്ക്കുന്നു, ഭാരതാംബയുടെ ചിത്രം വെച്ച് പോസ്റ്റർ എടുക്കും, ഭാരത് മാതാ കി ജയ് എന്ന് വയ്ക്കുന്നു എന്ന് വേണ്ട ഒരു ഹിന്ദുക്കളെ അടുപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രത്യേക സ്നേഹമാണ്. ഇനിയിപ്പോൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ നടത്തുന്നത്. പക്ഷെ ഇത് മൂലം ഉണ്ടാവുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ജനങ്ങൾ ആരെയാണ് നിർത്തുന്നത്? വ്യക്തികളെ മനസ്സിലാക്കി വോട്ട് ചെയ്യണം. പണ്ടേ പറയുന്ന ഒരു കാര്യമാണ്, രാഷ്ട്രീയമല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് വേണ്ട. ഓരോ വ്യക്തിയെ നോക്കി ആ വ്യക്തി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ വ്യക്തിയുടെ നിലപാട് എന്താണ്, ആ വ്യക്തിയുടെ ഒരു ആ വ്യക്തിക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഏത് പാർട്ടിയായിരിക്കാം ആ വ്യക്തിയെ നയിക്കുന്നത്. എന്നാലും ഒരു വ്യക്തി നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു നാടിനെ മൊത്തം നന്നാക്കാൻ പറ്റും. അപ്പോൾ വ്യക്തികളെ നോക്കി വേണം വോട്ട് ചെയ്യാനെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം. ഇന്ന് രാഷ്ട്രീയ പാർട്ടിയെ നോക്കി അവരിങ്ങനെയാണ്, ഇരട്ടത്തപ്പ് നയമാണ്. അവർ വർഗീയ പാർട്ടികളെയും പിടിക്കും, തീവ്രവാദികളെയും പിടിക്കും, എന്തിനേയും പിടിച്ച് അവരുടെ നിലപാടുകളോ ആശയങ്ങളോ എല്ലാം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഇവർ പോകുന്നത്. നമുക്കറിയാം ഇപ്പം നിലമ്പൂർ എന്ന് പറയുന്നത് CPM-ന് ഒരു നിർണായക തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അവരുടെ ഇത്രയും നാളത്തെ ഭരണത്തിന് ഒരു ആണിക്കല്ലടിക്കുന്ന രീതിയിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. പൊതുവെ ഒരു ജനവികാരം അങ്ങനെ. അപ്പോൾ അവരതിനനുസരിച്ച് എത്രമാത്രം വോട്ട് വർദ്ധിപ്പിക്കണം, അത് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കണം എന്നുള്ള ഈ ചൂതുകളി ഉണ്ടല്ലോ, അതിനേക്കാളും കുബുദ്ധികൾ പ്രയോഗിച്ചാണ് അവരവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ UDF-ന് ഇവരെ എങ്ങനെ തകർക്കണം, ഇത് പരസ്പരം ഒരു പോരാട്ടമായിട്ട് മാറിയിരിക്കുക. അതൊരു രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്കല്ല ഇവർ ചെയ്യുന്നത്. ഇവർ ഈ മതവർഗീയ പാർട്ടികളെ വെച്ചുകൊണ്ട് അവർക്ക് പരസ്പരം ഞങ്ങൾ ജയിക്കണം ഇത് തന്നെയാണ്. ഇതിനിടയ്ക്ക് പെട്ടുപോകുന്ന പാവം ജനങ്ങളാണ്. നിലമ്പൂരിലെ വിഷയങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിച്ചിരുന്ന സർക്കാരായിരുന്നു എന്നുണ്ടെങ്കിൽ അവരിങ്ങനെയുള്ള വർഗീയ സംഘടനകളെ പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അവർക്ക് അന്തസ്സായിട്ട് അവരുടെ ജനങ്ങൾ വോട്ട് ചെയ്തേനെ. രണ്ടാം പിണറായി സർക്കാർ എങ്ങനെ വന്ന കിറ്റ് വിതരണം ആണെങ്കിൽ അവർ ചെയ്ത കോവിഡ് സമയത്ത് അവർ ചെയ്തിട്ടുള്ള ആ കാര്യം വെച്ചാണ് അവർ രണ്ടാമത് കയറി. അല്ലാതെ ഈ വർഗീയ പാർട്ടികളെയും സംഘടനകളെയും പിടിക്കുമ്പം ഇതുമൂലം ഉണ്ടാകുന്ന മറ്റൊരു കലാപമായിരുന്നു. ഗുജറാത്ത് കലാപവും മറ്റുള്ളതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുള്ള സംഗതിയാണ്. ഇനി അത്തരത്തിലുള്ള കലാപത്തിലേക്ക് കേരള ഭൂമിയെ ആക്കാതിരിക്കുകയാണ് ശ്രമിക്കേണ്ടത്.